ഹലോ ഗെയ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴകുറ്റി എന്ന് പറയുന്നൊരു ജംഗ്ഷനാണ്. അതായത് നമ്മളെ നെടുമങ്ങാട് എത്തുന്നതിന് മുമ്പായിട്ട് പഴകുറ്റി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു പഴയൊരു പാലമുണ്ട് കേട്ടോ. ഒരു പണ്ട് കാലത്തുള്ളൊരു പാലമാണ്. അപ്പോൾ ആ പാലം കഴിഞ്ഞിട്ടൊരു പമ്പൊക്കെ ഉണ്ട്, ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ആ പെട്രോൾ പമ്പിനും പാലത്തിനും ഇടയിലായിട്ട്, പാലം കഴിയുമ്പോൾ തന്നെ ആ പാലത്തിന് തൊട്ടപ്പുറത്ത് തന്നെ ഇടത് സൈഡിലായിട്ട് ഈ ഇടയ്ക്കായിട്ട് തുടങ്ങിയ ഒരു ചായക്കട. ആ കടയാണ് ഇന്നത്തെ നമ്മുടെ താരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചായക്കട എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ആനച്ചന്തം എന്ന് നമുക്ക് പറയാം. കട കാണാനൊക്കെ കേട്ടെ. സെൽവ കഫേ എന്നാണ് കടയുടെ പേര്. ഒരു തമിഴ് സ്റ്റൈലിലൊക്കെയാണ് കട ചെയ്തു വെച്ചിരിക്കുന്നത്. തമിഴ് ബോർഡൊക്കെ തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട്. കൊത്തു പൊറോട്ട, കിഴി പൊറോട്ട, പിന്നെ നമ്മുടെ പൂരി സെറ്റ്, മീൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, മട്ടൻ ഫ്രൈ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവരിവിടെ ചെയ്തു വയ്ക്കുന്നുണ്ട് കേട്ടോ. കടയൊക്കെ കൊള്ളാം, നല്ലൊരു സാമാന്യത്തിൽ വൃത്തിയുള്ളൊരു കട. നമ്മുടെ സൈഡിൽ നിന്ന് അവർ തന്നെ റോഡിൽ നിന്ന് കടയിലോട്ട് കയറാനാണെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ടൊക്കെ വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് പോകുന്ന വഴിക്ക് തന്നെ അവർ നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇടസെല്ലായിട്ട് ചായ ഒഴിക്കുന്ന ബൂസ്റ്റ്, ഹോർലിക്സ് ഇങ്ങനെയുള്ളതും പിന്നെ അവരുടെ ഉള്ള വിഭവങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളായിട്ടൊക്കെ വളരെ അലങ്കൃതമായി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അലങ്കരിച്ച് തന്നെയാണ് കട ചെയ്തിരിക്കുന്നത്. നമ്മുടെ അകത്ത് കയറുമ്പോഴത്തേക്ക് കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ചെറിയ ഐറ്റംസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ കൗണ്ടർ, നമ്മൾ വലത് സൈഡിലായിട്ട് കൗണ്ടറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കാണ് നമുക്ക് ചായ കുടിക്കാനും ഇതിനൊക്കെ ഇരിക്കാൻ വേണ്ടി പ്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് നോക്കി, ഇവിടെ നമ്മുടെ ചിക്കനും മട്ടനും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ്, പിന്നെ നമ്മുടെ കപ്പ, മീൻകറി, പിന്നെ അതല്ലാതെ തന്നെ ഇടിയപ്പം, പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇട സൈഡിലായിട്ട് അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ പരുവത്തിന് തന്നെയാണ് വച്ചിരിക്കുന്നത്. അതും വളരെ വൃത്തിയായിട്ട് ഒരു ഈച്ചയോ ഒന്നും കിടക്കാത്ത രീതിയിൽ നല്ല അടപ്പോട് കൂടി തന്നെയാണ് അവർ വച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു നിറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല വൃത്തിക്കിരിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മീനൊക്കെ കണ്ടോ, തലയൊക്കെയാണ് വച്ചിരിക്കുന്നത് അവിടെ കാണാൻ പരുവത്തിന്. അപ്പം തന്നെ കപ്പലിലുള്ള വയൽ കപ്പലോടും. ഓക്കെ, നമ്മൾ ചായ പിടിക്കാന്ന് പറഞ്ഞാൽ കയറിയത് നേരെ ഒരു ചായ ഓർഡർ ചെയ്തു. എന്നിട്ട് ചായ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ നോക്കി നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ആ ബേക്കറി കാണുന്ന വ്യൂ ഉണ്ടോ, നമ്മളെ ഗ്ലാഡിങ് ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുന്ന ഗ്ലാഡിങ്. ഇത് സത്യമായി ഗ്ലാഡിങ് അല്ല, ഗ്ലാഡിങ്ങിൻ്റെ സ്റ്റിക്കറാണ്. വളരെ ഒരു ഭംഗിയുള്ള ഗ്ലാഡിങ് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കട കാണാൻ അത് വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മളവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു വേറൊരു ഭംഗി, ഒരു ആനച്ചന്തം നമുക്ക് പറയാം കടയ്ക്കകം. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ്.